പാലങ്ങളെയും പവർ പ്ലാന്റുകളെയും എണ്ണ സൗകര്യങ്ങളെയും തകർക്കുമെന്ന ഭീഷണികൾ ഒരു വശത്തുയരുമ്പോൾ ഇറാനിൽ നിന്നുയരുന്നത് മറ്റൊരു സന്ദേശമാണ്. ഞങ്ങൾ വഴങ്ങില്ല, ഞങ്ങളുടെ വിരലുകൾ ട്രിഗറിലാണ് എന്നാണ്. പശ്ചിമേഷ്യയുടെ ആകാശത്ത് വീണ്ടും യുദ്ധമേഘങ്ങൾ കടുക്കുന്ന ഈ ഘട്ടത്തിൽ അമേരിക്കയും ഇസ്രയേലും മുന്നോട്ടുവയ്ക്കുന്ന സമ്മർദ്ദ നയങ്ങൾക്കു മുന്നിൽ ഇറാൻ തന്റെ നിലപാട് കൂടുതൽ ശക്തമായി ആവർത്തിക്കുകയാണ്. മിസൈലുകൾക്കിടവേള വന്നിട്ടുണ്ടാകാം, പക്ഷേ സംഘർഷത്തിന്റെ രാഷ്ട്രീയവും തന്ത്രപരവുമായ പോരാട്ടം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ലോകമിന്നുറ്റുനോക്കുന്നത് ഒരു രാജ്യത്തിന്റെ സൈനിക ശക്തിയെയല്ല, ഉപരോധങ്ങളും ആക്രമണങ്ങളും നേരിട്ടിട്ടും അതെത്രത്തോളം ഉറച്ചു നിൽക്കുമെന്നതാണ്. രാജ്യത്തിന്റെ സന്നദ്ധതയും വിട്ടുവീഴ്ചയില്ലാത്ത ഐക്യവും അടിവരയിടുന്ന ഒരു സംയുക്ത സന്ദേശമാണ് ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് കോപ്സ് എയറോസ്പേസ് നാവികസേനകളുടെ കമാൻഡർമാർ പുറത്തുവിട്ടത്. ലക്ഷ്യങ്ങളുടെ ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. വിരലുകൾ ട്രിഗറിലാണ്, ഞങ്ങളുടെ പിന്തുണ തെരുവുകളുടെ ഐക്യവും ഉദ്യോഗസ്ഥരുടെ ഐക്യവുമാണ് എന്നായിരുന്നു അവരുടെ പ്രഖ്യാപനം. സൈനിക മുന്നറിയിപ്പിനൊപ്പം ദേശീയ ഐക്യത്തെയും ജനപിന്തുണയെയും ഒരേ സമയം ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ച സന്ദേശമായാണിത് വിലയിരുത്തപ്പെടുന്നത്. നിലവിലെ ദുർബലമായ വെടിനിർത്തൽ കാലഘട്ടത്തിൽ ഇറാൻ തന്റെ നിബന്ധനകൾ അംഗീകരിക്കാത്തപക്ഷം ഇറാനിയൻ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമാക്കാമെന്ന തരത്തിലുള്ള അമേരിക്കൻ മുന്നറിയിപ്പുകൾക്കാണ് പുതിയ വിവാദങ്ങൾക്ക് തുടക്കമായത്. ഇതിനു പിന്നാലെയാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥരും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോപ്സ് കമാൻഡർമാരും കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത്. രാജ്യത്തിന്റെ സുരക്ഷയും പരമാധികാരവും ഭീഷണിയിലാക്കുന്ന ഏതു നീക്കത്തിനും മറുപടി നൽകാൻ സന്നദ്ധമാണെന്നും സാധ്യതയുള്ള ലക്ഷ്യങ്ങൾ ഇതിനകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞുവെന്നും അവർ വ്യക്തമാക്കി. രാജ്യത്തിനകത്തെ ഐക്യവും ദേശീയ മനോവീര്യവുമാണ് തങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത് എന്നവരാവർത്തിച്ചു. ഇറാന്റെ പ്രതികാര സിദ്ധാന്തത്തിലും മാറ്റമുണ്ടെന്ന സൂചനകൾ ഉദ്യോഗസ്ഥർ നൽകുന്നു. മുൻപ് കണ്ണിനു കണ്ണ് എന്ന രീതിയിലായിരുന്നു പ്രതികരണം. വീണ്ടും ആക്രമണമുണ്ടായാൽ അതിലും ശക്തമായ തിരിച്ചടിയാകാമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഉയരുന്നത്. ഇത് വെറും വാചക പ്രതികരണം മാത്രമല്ല, മേഖലയിലെ ഊർജ്ജ സൗകര്യങ്ങൾ, സൈനിക താവളങ്ങൾ, തന്ത്രപ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ള വലിയ ഭൂപ്രദേശീയ സന്ദേശവുമാണ്. ഇറാന്റെ എണ്ണമേഖലയെ ലക്ഷ്യമാക്കുന്ന ഏതു നീക്കവും അതേ മേഖലയിലുള്ള ആക്രമണകാരികളുടെ താൽപ്പര്യങ്ങൾക്കും തിരിച്ചടിയാകാമെന്നതാണ് ഈ മുന്നറിയിപ്പിന്റെ ഉള്ളടക്കം. ഇതിനിടെ അറബ് ലീഗ് പുറത്തിറക്കിയ പ്രമേയത്തെയും ഇറാൻ ശക്തമായി തള്ളിക്കളഞ്ഞു. അമേരിക്കൻ സേനയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്ന സ്ഥലങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലംബിച്ച പ്രമേയം ഏകപക്ഷീയവും അസന്തുലിതവുമാണെന്നാണ് ഇറാന്റെ വിലയിരുത്തൽ. തന്റെ നടപടികളെല്ലാം ഐക്യരാഷ്ട്ര ചാർട്ടറിലെ സ്വയം പ്രതിരോധാവകാശത്തിന്റെ പരിധിയിലുള്ളതാണെന്നാണ് ഇറാന്റെ പ്രതികരണം. വിദേശ സൈനിക ശക്തികൾക്ക് സ്വന്തം പ്രദേശം ഉപയോഗിക്കാൻ അനുവദിക്കുന്ന രാജ്യങ്ങളും അതിന്റെ പ്രത്യാഘാതങ്ങൾക്കുത്തരവാദിത്തമുണ്ടാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന പ്രാദേശിക ഗവൺമെന്റുകൾ ഇത്തരം സൈനിക നടപടികൾക്ക് സഹായം നൽകുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഫെബ്രുവരി അവസാനത്തോടെ തുടങ്ങിയ സൈനിക സംഘർഷം മേഖലയെ ആകെ നടുക്കിയിരുന്നു. ഇറാനിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെയും കമാൻഡർമാരെയും ലക്ഷ്യമാക്കിയ വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെ സ്ഥിതിഗതികൾ വളരെ വേഗത്തിൽ വഷളായി. തുടർന്ന് ഇറാൻ മേഖലയിലെ അമേരിക്കനും ഇസ്രയേലും താൽപ്പര്യങ്ങളെ ലക്ഷ്യമാക്കി നിരവധി പ്രത്യാഘാത നീക്കങ്ങൾ നടത്തിയതായി അവർ അവകാശപ്പെട്ടു. ഇതോടെ പശ്ചിമേഷ്യ മുഴുവൻ വലിയ യുദ്ധത്തിന്റെ വക്കിലെത്തി. പിന്നീട് പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ നിലവിൽ വന്നെങ്കിലും അത് സ്ഥിരപരിഹാരത്തിലേക്ക് നീങ്ങിയിട്ടില്ല. ചർച്ചകൾ പരാജയപ്പെടുന്നതിന്റെ പ്രധാന കാരണം അമേരിക്കയുടെ അമിതമായ ആവശ്യങ്ങളാണെന്നാണ് ഇറാന്റെ വാദം. ഉപരോധം തുടർന്നുകൊണ്ട്, നാവിക നിയന്ത്രണങ്ങൾ നിലനിർത്തിക്കൊണ്ട്, സൈനിക ഭീഷണികൾ ഉയർത്തിക്കൊണ്ട് യഥാർത്ഥ നയതന്ത്രം സാധ്യമല്ല എന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. പരസ്പര ബഹുമാനത്തിലും തുല്യതയിലും അധിഷ്ഠിതമായ ചർച്ചകളാണ് പരിഹാരത്തിലേക്കുള്ള ഏക മാർഗമെന്നും അവർ പറയുന്നു. സമ്മർദ്ദവും ഭീഷണിയും ഉപയോഗിച്ച് ഒരു രാഷ്ട്രത്തെ വഴിത്തെറ്റാനുള്ള ശ്രമങ്ങൾ ചരിത്രത്തിൽ പലതവണ പരാജയപ്പെട്ടതുപോലെ ഇവിടേക്കും അതേ ഫലമായിരിക്കുമെന്നാണ് ഇറാന്റെ ആത്മവിശ്വാസം. പശ്ചിമേഷ്യയിലെ അസ്ഥിരതയുടെ യഥാർത്ഥ കാരണം ഇറാനല്ല എന്ന വാദവും ഇറാൻ ശക്തമായി മുന്നോട്ടുവയ്ക്കുന്നു. മേഖലയുടെ ആഭ്യന്തര പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുന്നത് പ്രാദേശികേതര ശക്തികളുടെ സാന്നിധ്യമാണെന്നും യഥാർത്ഥ സമാധാനം പ്രാദേശിക രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിലൂടെയേ സാധ്യമാകൂ എന്നും അവർ പറയുന്നു. ഇത് വെറും നയതന്ത്രവാചകമല്ല. കഴിഞ്ഞ വർഷങ്ങളിലെ യുദ്ധങ്ങളും കലാപങ്ങളും തകർത്ത മേഖലയിലെ പലർക്കും യാഥാർത്ഥ്യമായി തോന്നുന്ന വാദമാണിത്. ഇനി ചർച്ചകളില്ല, വെറും കണക്ക് തീർപ്പുകൾ മാത്രം. പശ്ചിമേഷ്യയുടെ മണ്ണിൽ നിന്ന് ഇറാൻ ഇന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതൊന്നുമാത്രമാണ്: കണ്ണിനു കണ്ണ്, പല്ലിനു പല്ല്. ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കാമെന്നും ഭീഷണികൾ കൊണ്ട് മുട്ടുകുത്തിക്കാമെന്നും കരുതിയവർക്കു മുന്നിൽ നെഞ്ചുവിരിച്ചു നിൽക്കുന്ന ഒരു പുതിയ ഇറാന്റെ ഉദയമാണ് നാം കാണുന്നത്. ഇത് വെറുമൊരു പ്രതിരോധത്തിന്റെ കഥയല്ല,
മറിച്ച് കടന്നാക്രമിക്കുന്നവന് അവന്റെ ഭാഷയിൽ തന്നെ മറുപടി നൽകുന്ന വീര്യത്തിന്റെ കഥയാണ്. നിങ്ങളൊരു പ്രഹരം നൽകിയാൽ 10 പ്രഹരങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കൊള്ളുക എന്ന IRGC കമാൻഡർമാരുടെ വാക്കുകൾക്ക് വെടിയുണ്ടകളേക്കാൾ പ്രഹരശേഷിയുണ്ട്. പശ്ചിമേഷ്യയിലെ ചതുരംഗക്കളിയിൽ ഇനി കരുനീക്കങ്ങൾ ഏകപക്ഷീയമാകില്ല. അമേരിക്കയുടെ ഓരോ നീക്കത്തിനും ഇറാൻ കരുതിവച്ചിരിക്കുന്നത് അതിനേക്കാൾ വലിയ പ്രത്യാഘാതങ്ങളാണ്. ലോകമിനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഭീഷണികൾക്കു മുന്നിൽ പതരുന്ന ഇറാന്റെ ചിത്രമല്ല, മറിച്ച് മുറിവേറ്റ സിംഹത്തെപ്പോലെ തിരിച്ചടിക്കാനാവണയിൽ അസ്ത്രങ്ങൾ നിറച്ചു കാത്തിരിക്കുന്ന ഒരു വൻ ശക്തിയുടെ ഗർജനത്തിനാണ്.